everyone, welcome back to my channel. It's me Priyanka and I hope you all are doing great. So today I am going to react on a birthday message for Mohanlal sir. And वीडियो शुरू करने से पहले अगर आप लोग मेरे चैनल पे नए हैं then जल्द सब्सक्राइब कर लो to subscribe and keep supporting me, and also don't forget to click on that bell icon to get notification of my upcoming videos. तो चलिए आज का वीडियो शुरू करते हैं। तो दोस्तों ये जो वीडियो है ये मोहनलाल सर बर्थडे मैशअप एंड दोस्तों इस वीडियो के ऊपर मुझे बहुत ज्यादा रिक्वेस्ट आया था, मुझे बहुत सारे लोग सजेस्ट किए थे इस वीडियो के ऊपर भी रिएक्ट कीजिए एंड फाइनली टुडे आई एम गोइंग टू रिएक्ट ऑन दिस वीडियो। एंड दोस्तों मुझे ऐसे सजेस्ट करते रहे एंड कीप सपोर्टिंग मी लाइक दिस सो दैट मैं आप लोगों के लिए ऐसे प्यारा प्यारा रिएक्शन वीडियो लाती रहूंगी। सो देर ना करते हुए चलो इस मैशअप को देखते हैं। He's been a superstar as long as I can remember, because there's only one Mohanlal that happens once in 100 years, I think. പക്ഷെ ഇന്നും when you see him on screen there's a magic. See, അദ്ദേഹം ഒരു അവതാരമാണ്. ആനന്ദ നടനം അവൻ ആടി എന്നാണ്. ഇനി എന്റെ വീട്ടിൽ പോവുകയോ രഞ്ജിനിയോട് സംസാരിക്കാൻ ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോ എന്റെ മകനാണെന്ന് പൂർണ്ണമായിട്ടും തോന്നിയിട്ടുള്ളത് ലാലന്റെ കൂടെ അഭിനയിക്കുമ്പോ. നിന്റെ അച്ഛനാണാ പറയുന്നത്, കത്തിതായിട. Mohanlal, it is the ease with which, the nuances that he picks up. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയിൽ യു ലുക്ക് വെരി അഗ്ലി ഇൻ ദാറ്റ് ഫിലിം. ഇപ്പൊ എന്റെ മനസ്സിലിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്നത് യു ലുക്ക് ഇൻക്രെഡിബിളി ഹാൻസം ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. മോഹൻലാൽ തിരിച്ചാൽ it will be like a lighthouse. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല. Still I love you. വരുന്ന എന്റെ കൂടെ. ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ. ഞാൻ അമ്മച്ചേ സാഗർ കൊളത്തപ്പുറം എന്ന് പറഞ്ഞ് 24 hours വെള്ളമടിച്ച് നടക്കുന്ന അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നടൻ ലോകത്തിൽ അവതരിപ്പിച്ചാൽ ഞാൻ ഈ പണിയുന്നത്. അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കുക. നീ എന്താ ഈ കത്തി വേഷത്തില്? ഇപ്പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും, എന്നിട്ട് ഞാൻ ഉറങ്ങും. ഈ ഹരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉത്തര ശനിയാണെന്ന് തുണിയാണെന്നുള്ള ഹജ്ജ് കുളിച്ച് നോക്കും നല്ലല്ലേ. ശരി സഹോദരി, ഞാൻ കണ്ട് കിണ്ടി കോട്ടസയിൽ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കാണാൻ കോട്ടസയിൽ നമ്മൾ ഓടിച്ചിട്ട് കോട്ടസയിൽ നമ്മൾ എന്താണ് ഇത് കൊല കഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്നത്.
നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണു. Would you like to share some nice time with me and we'll go and enjoy the... അല്ല, മലയാളം അറിയാമോ? മലയാളം. എടോ, അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ താൻ ആരാടോ? നാട്ടുരാജാവ്. നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവില് തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലേ? സിൻസ് ദ ലോ ഈസ് ഓൾവേസ് അബൌട്ട് ദ ലോ. എടുത്ത് കാർക്കിച്ച് തുപ്പും സക്കീർ ഹുസൈൻ. മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചുകൂടി ഞാൻ പിടിക്കും ഇവിടെ കളിയിറക്കാൻ. ഇത് അങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നത് ഓൾഡ് ഫ്യൂഡൽ ലോ. മംഗലശ്ശേരി നീലകണ്ഠൻ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. കൊന്നളെ ഞാൻ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടെ ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൽ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തി കൊല്ലും ഞാൻ. തട്ടും എന്ന് പറഞ്ഞാൽ തട്ടും. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. ഒറ്റ തന്റെ കൊണ്ടായതാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. മോഹൻലാല് പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു. സർവ്വ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നത് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. സംഗീതം അറിയുന്തോറും മകനം കൂടുന്ന മഹാസാഗരം. ജലഗലികളിൽ ഉണരുമരിയ പ്രണയ കലികൾ തിരതുരയിടും ഒരു കടലിലെ ഗസലിൽ അലിയുമലസമാ. മോഹൻലാലിന് മാത്രമേ ആ സ്വാമിനാഥയിലെ സ്വരങ്ങള് ഒറ്റ ഷോട്ടാണ്. ഇത് മോഹൻലാൽ ഒറ്റ ലിപ്പിൽ പാടിയില്ല. మగమ పని పమగమరి సని సరిగమ పగమ పసాని పమరి సరి పసాని పమని పమరి సరిగమ పసని సరి సరి పమరి సని ని పమరి సని సరి సమగ పమని పసని రి సమరి సరి పరి సాని పమగమరి సరి. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം. സംഗീതം സംഗീതം. നല്ല നടന്മാർ ഒരുപാട് പേരുണ്ട്. എങ്കിലും ഇപ്പൊ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മോഹൻലാലാണ് ഒരു മഹാനായ നടൻ. ലാലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ശരിക്കും ഷൂ നക്കുക തന്നെയായിരുന്നു. ഷോട്ട് എടുത്തു കഴിഞ്ഞ് രമേഷ് പുരി കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. ലോകത്തൊരു നടൻ ചെയ്യില്ല. മോഹൻലാലിന്റെ കണ്ടുപിടികളും നഖത്തിന്റെ അറ്റം പോലും അഭിനയിക്കും. He's one of the finest actors in the country today. He's so effortless in his performance. ഏത് വേഷം ഇറങ്ങിച്ചേരുകയും അത് മനോഹരമായി ചെയ്യുന്ന ഏക നടൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. മോഹൻലാലിനെ പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഒരേ ഒരു രാജാവ്. മോഹൻലാൽ എന്നെ വിസ്മയിപ്പിച്ച പോലെ ആരും വിസ്മയിച്ചിട്ടില്ല. മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു ഖനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ये था मोहनलाल सर का बर्थडे स्पेशल मेसअप बाय RCM प्रोमो एंड द एडिटिंग इज जस्ट अमेजिंग यार। इतना कमाल का एडिटिंग है, स्पेशली ईच एंड एवरी सीन को कर्स करके जैसे मतलब एडिट किए हैं ना, वो आपको बहुत ज़्यादा अच्छा लगेगा। एंड यहाँ आपको बहुत सारे एक्टर एक्ट्रेस का भी वॉइस सुनने को मिलेगा, उनके बारे में बहुत ही कुछ अच्छा बोलते हैं जो कि बहुत ही अच्छा लगता है। एंड स्टार्टिंग में माधुरी दीक्षित का आवाज़ सुनने को मिला, मुझे लगा कि शायद वो होंगी। एंड आपको नाम साइड में मेंशन किया होगा, नज़र आएगा, तो आपको वहाँ पता चल जाएगा कि हाँ उनका ही वॉइस है। एंड बहुत ही कमाल का एडिटिंग था। सबसे मुझे ज़्यादा अच्छा लगा, आपको यहाँ देखने को मिलेगा उनका इमोशनल रोल, उनका एक्शन, उनका कॉमेडी सीन, रोमांटिक सीन, ईच एंड एवरी सीन आपको यहाँ देखने को मिलेगा, जो कि बहुत ही ज़्यादा अच्छा एडिटिंग है। एंड मुझे लगता है कि एक कंप्लीट एक्टर के लिए एक कंप्लीट ट्रिब्यूट है। एंड दोस्तों आपको स्टार्टिंग से लेके एंड तक टिल द एंड यू विल गेट गूज़बम्स एंड आपको बहुत ज़्यादा अच्छा लगेगा। दोस्तों ओवरऑल बोलो तो मुझे ये एडिटिंग बहुत ही कमाल का लगा। एंड वी ऑल नो दैट कि मोहनलाल सर इज अ कंप्लीट एक्टर एंड ये आपको उनका कंप्लीट एक्टिंग, एक्शन, रोमांस, ईच एंड एवरीथिंग देखने को मिलेगा, जो कि आपको बहुत ज़्यादा अच्छा लगेगा। एंड अगर आप लोगों को मोहनलाल सर के बारे में नहीं पता है देन गो एंड वॉच दिस वीडियो देखने के बाद आप उनके फैन जरूर बन जाएंगे। एंड दोस्तों आई होप कि आज का मेरा रिएक्शन वीडियो आप लोगों को अच्छा लगा होगा। अगर अच्छा लगा जल्द से लाइक, कमेंट एंड शेयर कर लीजिए। एंड डोंट फॉरगेट टू सब्सक्राइब माय चैनल। फिर मुलाकात होगी और किसी रिएक्शन वीडियो के साथ, तब तक बाय बाय।